ക്രിസ്തുവിൽ തന്റെ സമ്പത്ത് കണ്ടവൻ ഒരിക്കലും ദരിദ്രനല്ല. ക്രിസ്തുവിൽ തന്റെ സമ്പത്ത് കണ്ടവൻ ഒരിക്കലും ദരിദ്രനാകുകയില്ല. ക്രിസ്തുവിൽ തന്റെ ആരോഗ്യം കാണുന്നവൻ ഒരിക്കലും ഒരു രോഗിയുമല്ല. ക്രിസ്തുവിൽ തന്റെ ജീവൻ കാണുന്നവൻ ഒരിക്കലും ദ്രവത്വം കാണുകയില്ല. അതാണ് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത. അവനിൽ കണ്ടെത്തുക നിങ്ങളുടെ സമ്പത്ത്. ലോകത്തിലെ സമ്പത്ത് മുഴുവനും കള്ളന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും പുഴുവിനും തുരുമ്പിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ആത്മീകമായ സമ്പത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകുകയില്ല. അവനിൽ നിങ്ങൾ സമ്പത്ത് കണ്ടെത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവൻ കണ്ടെത്തുക. ഇന്ന് രാത്രി മരണത്തിന് വിധേയപ്പെട്ട പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പാപത്താൽ വലയുന്ന പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുക. അവനിൽ നിങ്ങളുടെ ജീവൻ കണ്ടെത്തിയാൽ നിങ്ങളുടെ മരണം അവനിൽ മരണം കണ്ടെത്തുമ്പോൾ ആ ജീവനിലൂടെ പ്രാപിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങൾ ഒരിക്കലും ദ്രവത്വം കാണുകയില്ല. നിത്യജീവനാൽ നിങ്ങൾ അഭിഷക്തനായി തീരും. യാതൊരുവിധ സംശയവുമില്ല. എനിക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്. കാരണം ഞാൻ ക്രിസ്തുവിൽ എന്റെ സർവ്വ ആത്മീക സമ്പത്തും അനുഗ്രഹങ്ങളും കാണും. ഒടുവിലായി എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. നോക്കുക, ശ്രദ്ധിക്കുക. അവനാണ് എന്റെ കർത്താവ്. ഇനി എന്നെ കൈപിടിച്ച് നടത്തുവാൻ ഒരു കർത്താവുണ്ട്. ഞാൻ ബലഹീനനായിരിക്കാം, പക്ഷെ സർവശക്തനായ കർത്താവ് എന്റെ കൈപിടിച്ച് നടത്തുവാൻ മതിയായവനാണ്. ഞാൻ ബലഹീനനായി പോയാൽ അവനാണ് രക്ഷിതാവ്. അവൻ എന്റെ രക്ഷിതാവാണ്, എന്റെ രക്ഷകനാണ്. എന്നെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനും എന്നെ പാപക്ഷമ നൽകുവാനും നിത്യജീവൻ നൽകുവാനും അവന് കഴിയും. അവൻ എന്റെ ഇടയനാകുന്നു. അവൻ എന്നെ ശക്തീകരിക്കുന്നവനാണ്. എന്നെ നല്ല നിലയത്തിൽ നടത്തുന്ന ഇടയൻ ഇനി അവനാകുന്നു. ഇനി ഞാൻ വാതിൽ തേടി അലയേണ്ടി വരികയില്ല. അവനാകുന്നു എന്റെ വാതിൽ. ഇനി ഞാൻ വഴിതെറ്റി നടക്കുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ എന്റെ വഴിയാകുന്നു. ഞാൻ സത്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ സത്യമായി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇനി ഞാൻ ഇരുളിൽ തപ്പി നടക്കുകയില്ല. എന്റെ കാൽ ഇടറുകയുമില്ല. അവൻ വെളിച്ചമായി, എന്നെ ശക്തനാക്കുന്നവൻ വെളിച്ചമായി പ്രകാശിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ഇരുളിൽ നടക്കുകയില്ല. വീണ്ടും എനിക്കിത് വിശക്കുകയില്ല. വിശന്ന് ഞാൻ പരവശനായി തീരുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ ജീവന്റെ അപ്പമാകുന്നു. വീണ്ടും ഞാൻ ദാഹിച്ചു വലയുകയില്ല. അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. എനിക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ആ നിലയിൽ നിങ്ങൾ എന്നെ ബലഹീനനെന്ന് വിളിച്ചാൽ എന്റെ കർത്താവ് എനിക്ക് ജ്ഞാനമാകുന്നു. അവനാകുന്നു എന്റെ നീതി, അവനാകുന്നു എന്റെ വിശുദ്ധി. ഇനി എന്നെ സ്നേഹിക്കുവാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും, എന്നെല്ലാവരും കൈവിട്ടാലും അവൻ സ്നേഹമായി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഏറ്റവും ഒടുവിൽ മരണം എന്നെ വന്ന് തട്ടി വിളിച്ചാൽ, കല്ലറകൾ എനിക്കായി തുറക്കപ്പെട്ടാൽ അവൻ പുനരുദ്ധാനവും ജീവനുമായി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ശക്തീകരിക്കുമ്പോൾ അതിന് പരിമിതികളില്ല, പരിധികളുമില്ല. ദൈവം ഈ വചനം